നമ്മൾ കരുണ അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന് എപ്പോഴും പറയൂലേ. പക്ഷെ കരുണയ്ക്കുള്ളിൽ ഒരു കരുണയില്ലായ്കയുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഉള്ളിലെ കരുണയില്ലായ്ക അത് നമ്മൾ ഒത്തിരി ലാളിച്ച് ലാളിച്ച് കരുണയില്ലാതെയാക്കുന്നവരുമുണ്ട്. ലാളന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കും ചിലരിരുന്ന്. അച്ഛനമ്മമാരതെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് അവസാനം അവരൊരു കരുണയില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുഞ്ഞ് ആയി മാറുകയും ചെയ്യും. ഒരു കഥ പറയട്ടെ. ഒരു നാടകത്തിലെ കഥയാണ്. ഒരു പയ്യനെ തൂക്കിലേറ്റാൻ വേണ്ടി വിധിച്ചു. അവനൊരു കുറ്റവാളിയായി തീർന്നപ്പോൾ അവനോട് തൂക്കിമരത്തിൽ കയറ്റാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ ന്യായാധിപനോട് ചോദിച്ചു, എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കളെ 100 വട്ടം തൂക്കിലേറ്റണം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്നാന്ന് ന്യായാധിപൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെറുപ്പത്തിലേ ചെയ്തപ്പോൾ അതിനെ എന്നെ കരുണയോടുകൂടി വാത്സല്യത്തോടുകൂടി അവനെ താലോലിച്ചു. പിന്നീട് ഞാൻ വലിയ തെറ്റ് ചെയ്തപ്പോഴും അവർ കരുണാപൂർവ്വം എന്നോട് ഓരോന്ന് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തപ്പോഴും എന്നെ അവരൊന്നും പറഞ്ഞില്ല എന്ന്. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചവർ അവരെയാണ് തൂക്കിലേറ്റേണ്ടതെന്ന്. ഇനി വേറൊരു കഥ പറഞ്ഞുതരാം. അതായത് ഒരു ചിത്രശലഭം ഇങ്ങനെ കൊക്കൂണിന്ന് പറന്നു പോകാൻ വേണ്ടി ഇങ്ങനെ കൊക്കൂണിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചത് കണ്ടു. കൊച്ച് ഓടിപ്പോയി കൊക്കൂണിനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അമ്മ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ അതിന് കരുണ കാണിക്കല്ലേ, അതിൻ്റെ ചിറകുകൾ തന്നെത്താനെ ശക്തിയായിട്ട് കൊക്കൂണ് പൊട്ടിച്ചാലേ, ഇങ്ങനെ അടിച്ചടിച്ച് പൊട്ടിച്ചാലേ അതിൻ്റെ ചിറകുകളിലേക്ക് ഒരു ദ്രാവകം വരും. ആ ദ്രാവകമാണ് അതിൻ്റെ ചിറകുകൾക്ക് ശക്തി നൽകുന്നത്. അപ്പം നീ അതിനെ സ്വയം വേർപെടുത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ശക്തിയില്ലാതെയായി പോവുകയേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം കൊച്ചത് കേട്ട് കഴിഞ്ഞപ്പോൾ കൊച്ചു ചോദിച്ചു, ഇതിനെ പെട്ടെന്ന് അപ്പം രക്ഷിച്ചിട്ടുണ്ട്, അത് രക്ഷപ്പെട്ടു പോകുമല്ലേ, അതിന് ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആ പ്രയാസത്തിൽ കൂടിയാണ് അത് ശക്തി ആർജിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു കഥയും ഉണ്ട്. അപ്പം അതിനോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടില്ല, അതിന് ശക്തി നശിച്ചു പോവുകയേ ഉള്ളൂ എന്ന് അതിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയും ഒരു കഥയുണ്ട്. പിന്നെയുണ്ട് ചിലർ കരുണ കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവനോനെ തന്നെ പീഡിപ്പിക്കുന്നവരുണ്ട്. അതായത് അവർ മറ്റുള്ളവർക്ക് ഒത്തിരി കരുണകൾ ചെയ്യും. അതായത് സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കും. സ്വന്തം കാര്യത്തിൽ ഒന്നും ചെയ്യില്ല. സ്വന്തം ഭാര്യേൻ്റെ കാര്യങ്ങൾ നോക്കില്ല, സ്വന്തം വീട്ടിലെ കാര്യം നോക്കില്ല, സ്വന്തം മക്കളുടെ കാര്യം നോക്കില്ല, മാതാപിതാക്കളുടെ കാര്യവും നോക്കില്ല. അവർ സമൂഹത്തിൻ്റെ കാര്യവും നോക്കി നാട് നന്നാക്കി ഇങ്ങനെ നടക്കുന്ന കുറച്ച് പേരും ഉണ്ട്. ഒരു പ്രയോജനവുമില്ലാത്ത ജീവിതം. അവരുടെ വിചാരം മറ്റാരെങ്കിലും വന്ന് അവരുടെ വീട് നോക്കിക്കോളൂ എന്നാണ്. അങ്ങനെ ഒരു കൂട്ടർ. ഇനി വേറൊരു കൂട്ടരുണ്ട്, നല്ല അഭിനേതാക്കളായിട്ടുള്ളവർ. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരാണെന്ന് വരുത്താൻ വേണ്ടി നല്ല കരുണയൊക്കെ സഹാനുഭൂതിയും അങ്ങനെയൊക്കെ അഭിനയിക്കുന്നവരുണ്ട്. അവർക്ക് നല്ല അവാർഡ് കിട്ടേണ്ട സമയം കഴിഞ്ഞു പോയവരാണ് അവർ. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഭയങ്കര ദാനധർമ്മങ്ങളും കരുണയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കും. ഒരു കഥയുണ്ട്. ഒരു ആള് ഇങ്ങനെ ദാനധർമ്മം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദാനധർമ്മം നടത്താൻ ഒരു ബുധനാഴ്ച ദിവസം തിരഞ്ഞെടുത്തു. അപ്പം എല്ലാവരും ഓർത്ത് ബുധനാഴ്ച ദിവസം അന്ന് ചന്ത ദിവസമാണല്ലോ, അന്ന് ഭയങ്കര തിരക്കാണല്ലോ എന്ന്. അപ്പം ആ ചന്തയുടെ നടുക്ക് പോയി കുഞ്ഞൊരു സ്റ്റേജൊക്കെ കിട്ടിയിട്ട് അയാൾ ദാനധർമ്മം നടത്തി കുറേ വീഡിയോയും എടുത്ത് ഫോട്ടോയും എടുത്ത് പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സമാധാനമായി. അങ്ങനെ ദാനധർമ്മം നടത്തി പേരുണ്ടാക്കുന്നവരും കുറച്ച് പേരുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലില്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പിന്നെ കുറേയുണ്ട് ചൂഷണം ചെയ്യുന്നവർ. അതായത് ഒരാൾ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, അയാളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കുറേ ഇത്തിൽക്കണ്ണികളായ മനുഷ്യരുമുണ്ട്. അതായത് ചിലരിങ്ങനെ ചങ്ങാതിമാരാണെന്നും പറഞ്ഞ് വിളിക്കും. എടാവേ നമുക്ക് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് 2 പെഗ് അടിച്ചിട്ട് വരാം, നീ വാന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോഴത്തേന് ഇവിടെ സഹാനുഭൂതി, ഇവിടെ കരുണ ചെയ്യാൻ ദാനധർമ്മം ചെയ്യാൻ മുട്ടി നിൽക്കുകയാണല്ലോ. അപ്പോഴത്തേനും അങ്ങ് വഴിഞ്ഞൊഴുകും അവനോടുള്ള സ്നേഹം. അവൻ്റെ ഒരു 10 വിളിയും കൂടെ വിളിക്കുമ്പോഴത്തേനും പതുക്കെ ഇവിടുന്ന് ഷർട്ടും എടുത്തിട്ട് യാത്രയായി അങ്ങ് പോയി അവൻ്റെ കൂടെ പോയി 2 പെഗൊക്കെ അടിച്ച് 2ന് 4ആയി 6ആയി എവിടെയെങ്കിലും റോഡിൽ പാമ്പ് കിടക്കും പോലെ കിടന്നിട്ട് വീട്ടിലേക്ക് വരുന്നവരും ഉണ്ട്. അങ്ങനെയും കരുണ ചെയ്ത് സഹാനുഭൂതി സമ്പാദിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതായത് അവനോടുള്ള സഹാനുഭൂതി, അവൻ്റെ വിളിയിലുള്ള സ്നേഹത്തോടെയുള്ള വിളി അവന് നിഷേധിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കുറച്ച് കരുണക്കാരും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇങ്ങനെയുള്ള കരുണകൾ. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാ ഒരു കാര്യങ്ങളും വീട്ടിൽ നോക്കാതെ
അവനവൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത് പോലും അറിയാതെ മറ്റുള്ളവർ കൊണ്ട് ജീവിതം ത്യജിച്ച് കളയുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ. നമ്മളോർക്കും നിസ്സാരമാണ്, കള്ളും കുടിച്ച് വീടും നോക്കില്ല, മറ്റുള്ളവരുടെ കൂട്ടും കൂടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യും, വീട്ടിലേക്ക് ഒരു കാര്യവും ചെയ്യാണ്ട് സ്വന്തം ഭാര്യയ്ക്കിട്ട് ഇടിയും വെച്ചു കൊടുക്കും, എന്നിട്ടിങ്ങനെ നടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ. നമ്മളോർക്കും നിസ്സാരമായി ലോകം അല്ലേ. എത്രയോ പേര് നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എത്ര കുടുംബത്തിലെ സ്ത്രീകളാണെന്നറിയാം മക്കളും ആയിട്ട് ദുരിതം അനുഭവിക്കുന്നത്. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും മേടിച്ചു കൊടുക്കില്ലാത്തവർ. ആ പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ലായിരിക്കും കേട്ടോ. അവരെ ഒരു പണിക്കും വിടില്ല. പണിക്ക് പോയാൽ അവരെ ചീത്തയും പറയും. ഇവർ കിട്ടണ പൈസ മുഴുവൻ കള്ളും കുടിച്ച് താറുമാറും. ഒരു സമ്പാദ്യമില്ല, ഒരു വീടില്ല, ഒരു സാധനവുമില്ലാതെ ഭയങ്കര ദുരിതത്തിൽ കഴിയുന്ന എത്രയോ പേരുകളുണ്ടെന്നറിയാം. നമുക്ക് ദുഃഖം തോന്നുവരെയൊക്കെ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാര്യം പറഞ്ഞിങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ ഇവരിങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്നോർത്തൊക്കെ ചിലർ നല്ല വീഡിയോകളൊക്കെ അങ്ങനെയെങ്കിലും കാണും. ഇവരങ്ങനെ ഒന്നും കാണുക പോലുമില്ല. ഇവർക്ക് യൂട്യൂബ് കാണണമെന്നോ അല്ലെങ്കിൽ നല്ല വീഡിയോകൾ കാണണമെന്നോ ഒന്നുമില്ല. ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളു കുടിക്കണം, അവരുടെ ഉള്ളത് മുഴുവൻ താറുമാറടിക്കണം എന്നൊരു ചിന്താഗതിയെ കൂടെ ജീവിക്കുന്നവരാ. ശരിക്കും കഷ്ടം തോന്നും. എത്രയോ കുടുംബങ്ങളാണ് അതപ്പതിച്ച് കിടക്കുന്നത്. ഒരു വീട് പോലും ഉണ്ടാക്കാനുള്ള പൈസ കിട്ടുന്നത് മുഴുവൻ അന്നന്ന് തീർത്ത് കളയണ മനുഷ്യരുണ്ട്. പണി ചെയ്യുന്ന പൈസ അന്നന്ന് തീർക്കും. എനിക്കറിയാവുന്ന ഒരു ചേട്ടനുണ്ട്, കൂലിപ്പണി ചെയ്യും. എന്നിട്ട് അന്ന് കിട്ടുന്ന പൈസ ബ്രാൻഡി മേടിച്ച് തീർത്ത് അയാളെ കാത്ത് അയാൾ വൈകുന്നേരം പണി കഴിഞ്ഞു എന്നെ നോക്കിയിരിക്കുകയാണ് വേറെ രണ്ടവന്മാർ. എന്നിട്ട് ഇയാൾ ആ പൈസയും കൊണ്ട് അവന്മാരുടെ കൂടെ കുടിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് 4 കാലും പറിച്ച് ചെല്ലുവാണ്. റോഡിൽ നിന്ന് തന്നെ കുറേ ജീരകോ ആ ഭാര്യ പറഞ്ഞിട്ടു പിന്നെ ജീരകോ ഏലക്കയോ ഏതാണ്ടൊക്കെ വായിലേക്ക് എടുത്തങ്ങ് ഇടുന്നു. എന്നിട്ട് അതും ഇട്ട് ചവച്ചോണ്ട് ചെല്ലുന്നു. പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടിയേക്കായാലും ക്രാണശക്തിയുള്ളവരാ. ഇവർ അത് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും. ഇവർ പറയും, ഇവർ വരുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല നിവർന്നു തന്നെ കാണുമ്പോൾ അറിയാമല്ലോ. ആരെങ്കിലും കാണുമ്പോൾ നല്ല നിവർന്നു നിൽക്കാൻ ഇവർ ഭയങ്കര ശ്രമമാണ്. ഇങ്ങനെയും ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ. പിന്നെ വേറൊരാളുണ്ട്, വീടേ നോക്കുകയില്ല. അയാൾ കിട്ടുന്ന പൈസ മുഴുവൻ ഈ ദാനധർമ്മം നടത്തി ജീവിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒന്ന് മര്യാദയായി തുടങ്ങിയിട്ടുണ്ട് അയാൾ കേട്ടോ. ദാനം കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ലാണ്ട് മുഴുവൻ കാശും കുടുംബത്തിൽ നിന്നും എടുത്തു കൊടുത്തു, എല്ലാവരെയും നന്നാക്കി. അവസാനം അയാൾക്ക് ഒരു ഗതിയില്ലാണ്ടായപ്പോൾ ആരും തിരിഞ്ഞു നോക്കാണ്ടില്ലായ ഒരവസ്ഥയും കൂടെ ഉണ്ട്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എന്തിനിങ്ങനെ മനുഷ്യനിങ്ങനെ അധപ്പതിക്കണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തോരം മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാകില്ലാത്ത മനുഷ്യരുള്ള ഈ ലോകം എന്ന് നന്നാവുമെന്ന് ചിലപ്പം നമ്മൾ വിചാരിക്കൂലേ. അവനോ നന്നായാലല്ലേ നന്നാവുകയുള്ളൂ. ശരിക്കും സങ്കടം വരുന്നുണ്ട്. അതേപോലെ എനിക്കൊരു എൻ്റെ അടുത്തൊരു കൊച്ചച്ഛനുണ്ടായിരുന്നു. പുള്ളി കള്ളു കുടിച്ച അടിയായിരുന്നു പണി, ഭയങ്കര അടി. അങ്ങനെയുള്ളവരുമുണ്ട്. നല്ലത് പറയുകയും ചെയ്യും, നല്ല അടിയും കൊടുക്കണ സൈസ്. ഒരിക്കൽ പോലും ഒന്ന് ഓർത്തു നോക്കി എന്തോരം പൈസയാണ് നമ്മൾ വല്ലയിടത്തും കൊണ്ട് കളയണേന്ന്. പൈസ തന്നെയാണ് സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു സമാധാനം. ഈ കരുണയും ഈ കാരുണ്യം അത് ബ്രാൻഡിക്കടയിൽ അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ടുണ്ടെങ്കിലും അവിടെ ഇരിക്കണവർക്കും കൂടെ മേടിച്ചു കൊടുത്തിട്ട് വരും. അങ്ങനത്തെ കാരുണ്യം കേട്ടോ. കൈ കിട്ടുന്ന പൈസ മുഴുവൻ റബ്ബർ ഷീറ്റ് ഇങ്ങനെ ഉണങ്ങാനിട്ടേക്കുവാണെങ്കിൽ അതിനകത്ത് പച്ച റബ്ബർ ഷീറ്റുകൾ എടുത്തുകൊണ്ട് പോവുകയാണ്. പച്ചയ്ക്ക് പകുതി പോലും വില കിട്ടില്ലല്ലോ. എന്നിട്ട് അത് കൊണ്ടു കൊടുത്തിട്ട് കിട്ടുന്ന പൈസയും കൂടെ അത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ അടിയാണ്. അതും കൂടെ കൊണ്ടു കൊടുത്തിട്ട് നാട്ടുകാരെ സേവിക്കുന്ന ഒരാളെ എനിക്കറിയാം. വീട്ടിലുള്ള മേശയും കസേരയെല്ലാം കൊടുത്തിട്ട് നിലത്തിരുന്ന് ചോറുണ്ണാണ് ഒരാളെയും എനിക്കറിയാം. കാരണം എല്ലാം അടിച്ചു പറിച്ച് ദൂരെ കളയും. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ പുള്ളിക്ക് സങ്കടവും വരും. എന്നാൽ അടിച്ചു പറിച്ച് കളയണതിന് മുമ്പ് പുള്ളി എല്ലാം എടുത്ത് ആർക്കെങ്കിലുമൊക്കെ ദാനം കൊടുക്കും. ആർക്കെങ്കിലുമൊക്കെ എടുത്ത് ചിലപ്പോൾ ഭാര്യ വന്ന് ആരെങ്കിലും എടുക്കാൻ വരുമ്പോഴായിരിക്കും അറിയണം. അപ്പോൾ ചേട്ടൻ തന്നതാന്ന് പറയും. ഇത്ര രൂപയ്ക്ക് മേടിച്ചാൽ ചേട്ടൻ പൈസ മേടിച്ചിട്ടുണ്ട്, ഇത്ര രൂപയ്ക്ക് ഞങ്ങൾക്ക് തന്നതാന്ന് പറയും. അങ്ങനെ സർവ്വ സാധനങ്ങൾ പെണ്ണുമ്പിള്ളേനെയും പിള്ളേരെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനും ഉണ്ട്. ഇങ്ങനെയാണ്. ഇങ്ങനെ ദാനങ്ങളും കരുണയുമായിട്ട് ജീവിച്ച് വീട് നശിപ്പിക്കുക, ഇങ്ങനെ ഡ്രാമകളും നാടകങ്ങളും കഴിക്കുന്നതും എന്തോരം മനുഷ്യരുണ്ടെന്നറിയാവോ. നമുക്കറിയത്തില്ല. ഈ സാധാരണ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട് അവർ വിശ്വസിക്കുക. ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണവരോട് ഇങ്ങനത്തെ കഥ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? അവരോർക്കും ചുമ്മാ പറയണമായിരിക്കുമെന്ന്. ശരിക്കും ഉള്ളതാ. നമ്മളൊരു സാധാ വീട്ടിലേക്കൊന്ന് കയറി ചെന്ന് നോക്കി ഇങ്ങനെയുള്ളവരുടെ അവരുടെ സർവ്വ സാധനങ്ങളുടെയും കാല് ഒടിഞ്ഞ് കൈ ഒടിഞ്ഞ് മേശയും കസേരയൊക്കെ ഇരിക്കണ കാണണം. ഉള്ള പാത്രങ്ങളും മുഴുവൻ തല്ലി പൊട്ടിച്ചൊക്കെ വെച്ചേക്കുമായിരിക്കും. ഇവരെന്നാ ദാനം കൊടുക്കാൻ പോകും. എന്നിട്ട്
ബാക്കിക്ക് പൈസയ്ക്ക് സഹാനുഭൂതിയോടുകൂടി കൂട്ടുകാരൻ്റെ കൂടെ കുടിച്ചിട്ട് ഇങ്ങ് വന്നിട്ട് ഇവിടെ പയറ്റാണ്. ഇവിടെ അങ്ങ് കാളപ്പോരങ്ങ് തുടങ്ങിയുണ്ടല്ലോ, പെണ്ണും പിള്ളക്കിട്ടും കൊടുക്കും, പിള്ളേർക്കിട്ടും കൊടുക്കും. അങ്ങനെയില്ലേ? ശരിക്കും സങ്കടമുള്ള ഒരവസ്ഥയല്ലേ ഇത്? അവനോ നന്നാവാണ്ട് വല്ല കാര്യമുണ്ടോ? ഇവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് വല്ല ചികിത്സയ്ക്കും കൊണ്ടുപോകാമെന്ന് വെച്ച് ഇവർ പോരും, അതുമില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, എന്തോരം ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, അവിടെയൊക്കെ കൊണ്ട് ഒന്ന് ചികിത്സിക്കാമെന്ന് വെച്ച് ഇവർ പോരും, അതുമില്ല. അതോ ഇങ്ങനെയുള്ളിടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുടുംബക്കാർക്ക് നാണക്കേടുക, അതും വേറൊരു കാര്യമുണ്ട് കേട്ടോ. എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയുകയാണെങ്കിൽ ആ കുടുംബക്കാർക്ക് ഭയങ്കര നാണക്കേട്. അയ്യോ അങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാളെ നിർത്തും കൂടെ. ഭാര്യ ഭർത്താവാണ്, ഇയാൾ 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം നിൽക്കണേന്ന് വെച്ചാൽ ആ കൂടെ അവിടെ തന്നെ നിൽക്കണം. അങ്ങനെയൊക്കെയുള്ള സെൻറ്ററുകളാണ് എല്ലാം. ഈ പാലായിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിൽക്കാൻ നാണക്കേടാ, വീട്ടിൽ നിന്ന് പോകാൻ മടിയാ, ഇയാളുടെ കൂടെ നിൽക്കാൻ മടിയാ. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെയുള്ള കുറേ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ പൊന്നെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ഭുതം തോന്നും. അപ്പം ഈ കരുണയായിട്ടും അവനവൻ്റെ ഭാര്യനെ നോക്കാണ്ട് കാരുണ്യ പ്രവർത്തനം കൊണ്ട് നടക്കണവരും അവരോടൊരു കരുണ കാണിക്കാൻ പാടില്ലേ? അവനവൻ്റെ ഭാര്യയോടും മക്കളോടും ഒരു കരുണ. നമ്മുടെ കൂടെ വന്ന് പെട്ടുപോയതല്ലേ, അതിനോടൊരു കരുണ കാണിക്കുക. പിന്നെ അവനവൻ്റെ ശരീരത്തിനോടൊരു കരുണ കാണിക്കുക. ചിലർ പട്ടിണി കിടന്ന ദൈവമേ ശരീരത്തെ പീഡിപ്പിക്കണവർ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാതിരുന്നിട്ട്. അതേപോലെ ചില എന്നാ പറയണേ, ചില ഭക്ഷണങ്ങൾ എന്നാ പറയണേ, മനുഷ്യ ശരീരത്തിനോടൊരു കരുണയില്ലാതെ പ്രവർത്തിക്കുന്നവർ കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നും. അങ്ങനെ ഒരു പ്രകാരത്തിൽ ശരീരത്തെ പീഡിപ്പിക്കുന്നവർ എന്ന് വേണ്ട. ഈ ലോകത്ത് ഏത് സൈസ് വേണം, എല്ലാം റെഡിയാണ്. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചാൽ മതി. ചിലർ അവരുടെ ദുഃഖങ്ങൾ പറയണ കേട്ടാൽ മതി. ഓഹ് പൊന്ന് കൃഷ്ണ, നമ്മൾ മടുത്തു പോകും. ഈ ലോകം ഇതാണോ എന്ന് നമ്മൾ അപ്പോഴാ ചിന്തിക്കണേ. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതി എല്ലാവരുടെയും ജീവചരിത്രം ഒന്ന് എഴുതുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 10,000-കണക്കിന് സിനിമ എടുക്കാനുള്ള കഥകളുണ്ട് ഓരോ വീട്ടിലും. ശരിക്കും സത്യമാണ്. അവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ തന്നെ അന്തം വിട്ടു പോണ സൈസ് കഥകൾ. ഓരോരുത്തരും പറയുന്ന കഥകളും അവരുടെ ദുഃഖങ്ങളും. അപ്പം ഞാനിങ്ങനെ കരുണ ചെയ്യാൻ നടക്കുന്ന ഒരാളുടെ കഥ കേട്ടപ്പം അങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വെച്ചു. ശരി, ഓക്കെ.